بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد قال المصنف رحمه الله بسم الله الرحمن الرحيم الحمد لله الفتاح الجواد المعين على التفقه في الدين من اختاره من العباد وأشهد أن لا إله إلا الله شهادة تدخلنا دار الخلود وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ തന്റെ ഗ്രന്ഥമാകുന്ന ഈ ഗ്രന്ഥം ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ വാക്യം കൊണ്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു ഔ അഖ്തഉ ഔ അജ്ദമു. ഏതൊരു കാര്യവും ദീബാലിൻ അനിഷേധ്യമായി ഇസ്ലാമിൽ അറിയപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, ഗൗനിക്കപ്പെടുന്ന ഏതൊരു കാര്യവും ലാ യുബ്ദഉ ഫീഹി അതിൽ തുടങ്ങപ്പെടുകയില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ട് ഫഹുവ അബ്തർ ഔ അഖ്തഉ ഔ അജ്ദമു, ഇങ്ങനെ 3 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ഏതായാലും ശരി, ഇതിന്റെ അർത്ഥം, ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം അവിടെ ഖലീലുൽ ബറക്ക, ബറക്കത്ത് കുറഞ്ഞതാണ്, സമൃദ്ധി കുറഞ്ഞതാണ് എന്നാണ്. അത് ഓരോ വസ്തുവും അതിൻ്റെതായ സ്ഥിതിപ്രകാരമായിരിക്കും ബറക്കത്ത് കുറയുന്നത്. അത് ഗ്രന്ഥരചനയാകുമ്പോൾ ആ ഗ്രന്ഥം കൊണ്ട് ജനങ്ങളുടെ ഉപയോഗം കുറയുക എന്നുള്ളതായിരിക്കും അബ്തർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബിസ്മി കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ